പൊടിയാണേലും മല്ലിപ്പൊടിയാണേലും നമ്മൾ പൊടിച്ചിട്ട് കുറേ നാൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണമെങ്കിലും അപ്പം അത് ചെറിയ പ്രാണികളൊക്കെ വരും. അപ്പോൾ അതങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗമായിട്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ മുളക് പൊടിയാണെങ്കിലും എന്താണേലും നമുക്കിതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് ചീത്തയാകാതിരിക്കും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരയ്ക്കകത്ത് കറുവാപ്പട്ട, ഗ്രാമ്പ് ഒക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു സ്മെല്ലും ഉണ്ട്, ഉറുമ്പൊന്നും കയറത്തുമില്ല. അത് മാത്രമല്ല നമ്മൾ ചായ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. കറുവാപ്പട്ടയുടെയും ഗ്രാമ്പിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ചായക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരയുടെ മൂടിയാണേലും അതേപോലെ ഇതേത് ലൂസായ മൂടികളാണേലും ഇതേപോലെ ലൂസാണെങ്കിൽ നമുക്കൊരു റബ്ബർ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇപ്പോൾ ഉറുമ്പൊന്നും കയറത്തുമില്ല. അതെല്ലാം മൂടി ലൂസാണെങ്കിൽ ഉറുമ്പൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് പഞ്ചസാര കുപ്പിയിൽ. അപ്പോൾ ഇതേപോലെ ഏത് കുപ്പിയിൽ നമുക്ക് മൂടി ലൂസാണെങ്കിലും ഇതേപോലെ റബ്ബർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ടോ നമുക്ക് മൂടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അടച്ചാൽ മതി. അതുപോലെ തന്നെ AC ഇട്ടാലും ഫാൻ ഇട്ടാലും അപ്പം അതൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ റൂമിൽ നമ്മൾ കുറച്ച് സ്പ്രേ അടിച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ആ AC ഇടുമ്പോഴാണെങ്കിലും ഫാൻ ഇടുമ്പോഴാണെങ്കിലും കിട്ടുന്നത്.